നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ മോഹൻകുമാർ. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാഷ്ട്രീയം പാടില്ല. പുതിയ ഡാം എന്നത് കേരളത്തിന്റെ ഏകകണ്ഠമായ ആവശ്യമെന്ന് റോഷി അഗസ്റ്റിൻ. എം മണിയുടെ സഹോദരൻ ലംബോദരന്റെ സിപ്പ് ലൈൻ പൂട്ടിച്ച് ജില്ലാ ഭരണകൂടം. വന്യജീവി സംഘർഷ സാധ്യതാ പട്ടിക വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കം. കർഷക സംഘം പ്രതിഷേധ സമരത്തിലേക്ക്. മൂന്നാർ പോതമേട്ടിൽ തോട്ടം മേൽനോട്ടക്കാരന്റെ ഓട്ടോറിക്ഷ അജ്ഞാതർ തീയിട്ട് നശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാഷ്ട്രീയം പാടില്ല. പുതിയ ഡാം എന്നത് കേരളത്തിന്റെ ഏകകണ്ഠമായ ആവശ്യമെന്ന് റോഷി അഗസ്റ്റിൻ. ജലനിരപ്പ് 152 അടിയാക്കാനുള്ള തമിഴ്നാടിന്റെ നീക്കം അംഗീകരിക്കില്ലെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. കഞ്ഞിക്കുഴിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ ജലനിരപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ജനങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമായി കാണില്ലെന്ന് മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നത് എല്ലാ രാഷ്ട്രീയ മുന്നണികളുടെയും ഒരേ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാടിന് ജലസുരക്ഷ ഉറപ്പാക്കുവാനാണ് കേരളത്തിനും താല്പര്യമുള്ളത്. അത് തമിഴ്നാട് മനസ്സിലാക്കണം. ഇരു സംസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നതാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുവാനുള്ള തമിഴ്നാടിന്റെ നീക്കം കേരളം ഒരിക്കലും അംഗീകരിക്കില്ലെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ജലനിരപ്പ് 152 അടിയാക്കണം എന്നുള്ള തമിഴ്നാടിന്റെ വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു സാധ്യതയില്ല. അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. സ്വാഭാവികമായും കേരളം ആവശ്യപ്പെട്ടത് എക്കാലത്തും തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് പുതിയൊരു ഡാം നിർമ്മിക്കണം എന്നുള്ളതാണ്. ജനങ്ങളുടെ സംരക്ഷണം, സേഫ്റ്റിയെ മുൻനിർത്തിയാണ് ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. എല്ലാ ബഡ്ജറ്റിലും ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാണെന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട് ഇക്കാര്യത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. സുപ്രീം കോടതി 142 അടി വരെ ആകാമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം ഉണ്ടായ സമയത്തിന് ശേഷം 2018-19 പ്രളയാനന്തരം ഇവിടെ അതിരൂക്ഷമായ പ്രശ്നം രൂക്ഷമായി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ 139 കൂടുതൽ ജലനിരപ്പ് ഉയരരുത് എന്ന് കോടതി കണ്ട കാഴ്ചയും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ പ്രളയ സാഹചര്യമുണ്ടായ പശ്ചാത്തലത്തിൽ 139 അടിക്ക് മുകളിൽ ജലനിരപ്പ് ഉയർത്തരുതെന്ന് കോടതി വ്യക്തമാക്കിയ സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം സൗഹാർദ്ദമായി കാണണമെന്നും ഇത് സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും കഞ്ഞിക്കുഴിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സിറ്റി വിഷൻ ഇടുക്കി. ലംബോദരന്റെ സിപ്പ് ലൈൻ പൂട്ടിച്ച ജില്ലാ ഭരണകൂടം. ഓറഞ്ച് അലർട്ട് ദിവസത്തെ നിരോധന ഉത്തരവ് മറികടന്ന് സിപ്പ് ലൈൻ പ്രവർത്തിപ്പിച്ചതിനാണ് നടപടി. സംഭവത്തിൽ ഉടമസ്ഥയായി കാണിച്ചിട്ടുള്ള ലംബോദരന്റെ ഭാര്യയ്ക്കെതിരെ അടിമാലി പോലീസ് കേസെടുത്തു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ എല്ലാ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രവർത്തിക്കുവാൻ പാടില്ലെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് മറികടന്നാണ് അടിമാലി ഇരുട്ടുകാനത്ത് പ്രവർത്തിക്കുന്ന സിപ്പ് ലൈനിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് ദിവസത്തെ നിരോധന ഉത്തരവ് മറികടന്ന് സിപ്പ് ലൈൻ പ്രവർത്തിച്ചതിനെതിരെയാണ് ഭരണകൂടത്തിന്റെ നടപടി. 2025 നിരോധന ഉത്തരവ് മറികടന്ന സിപ്പ് ലൈൻ പ്രവർത്തിച്ചിരുന്നു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ സാഹസിക വിനോദസഞ്ചാരം നിയന്ത്രിച്ചിരുന്നു. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ മന്ത്രിയും CPIM നേതാവുമായ എം മണിയുടെ സഹോദരൻ എം ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സിപ്പ് ലൈൻ. സിറ്റി വിഷൻ അടിമാലി. വന്യജീവി സംഘർഷ സാധ്യതാ പട്ടിക വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമെന്ന് കർഷക സംഘം നേതാക്കൾ. ഓഗസ്റ്റ് 11 കർഷക സംഘം നേതൃത്വത്തിൽ 18 പഞ്ചായത്തുകളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വന്യജീവി സംഘർഷ സാധ്യത വിലയിരുത്തി വനംവകുപ്പ് തയ്യാറാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പട്ടിക വിചിത്രവും വിവരക്കേടും ദുരുദ്ദേശപരവുമാണെന്ന് കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, പ്രസിഡന്റ് VN ബേബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു.
ഇടുക്കി ജില്ലയിലെ 40 പഞ്ചായത്തുകളെയാണ് മനുഷ്യ വന്യജീവി സംഘർഷ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്താകെ 273 പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയെക്കുറിച്ച് സാമാന്യ വിവരം പോലുമില്ലാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എവിടെയോ ഇരുന്ന് തയ്യാറാക്കി നൽകിയ വിചിത്രമായ പട്ടികയ്ക്ക് വനം മന്ത്രിയും സർക്കാരും അംഗീകാരം നൽകുന്നത് അംഗീകരിക്കുവാൻ കഴിയില്ല എന്നും ഏറ്റവും കൂടുതൽ സംഘർഷ സാധ്യതയുള്ളതും വന്യജീവി ആക്രമണം ഇടത്തരമുള്ളതും എന്നിങ്ങനെ 3 തരത്തിലാണ് പഞ്ചായത്തുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ 2 മരണങ്ങൾ ഉണ്ടായ പെരുവന്താനം പഞ്ചായത്തും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇടമലക്കുടി പഞ്ചായത്തും ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല. ദൈനംദിനം വന്യജീവി സംഘർഷം നിലനിൽക്കുകയും നിരന്തരമായി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ഉടുമ്പൻചോല, മൂന്നാർ, ദേവികുളം, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളെ ഏറ്റവും കൂടുതൽ സംഘർഷ സാധ്യതയുള്ള പഞ്ചായത്തുകളായി ഉൾപ്പെടുത്താതെ സംഘർഷ സാധ്യത താരതമ്യേന കുറഞ്ഞ ഇടത്തരം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്. ഇത് അത്യന്തം കുറ്റകരമായ അനാസ്ഥയാണ്. വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്തുകളിൽ മാങ്കുളം മാത്രമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാട്ടാന ആക്രമണം നിരന്തരം നേരിടുന്ന പഞ്ചായത്തുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കണം. എന്നാൽ വന്യജീവി ആക്രമണം ഉണ്ടാകാത്ത 18 പഞ്ചായത്തുകൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. വന്യജീവി സംഘർഷം നിലനിൽക്കണമെന്ന് വിചാരിക്കുന്ന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം തയ്യാറാക്കുന്ന നെറുകെട്ട ഇത്തരം ലിസ്റ്റുകൾ പരിശോധനയ്ക്ക് പോലും വിധേയമാക്കാതെ മന്ത്രി അംഗീകാരം നൽകുന്നത് കർഷക ജനതയോടുള്ള വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ വനാതിർത്തി പങ്കിടാത്തതും വന്യജീവി സംഘർഷം ഇല്ലാത്തതുമായ പഞ്ചായത്തുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ദുരുദ്ദേശപരമാണ്. ഇടുക്കി ജില്ലയിലെ ജനജീവിതം ദുരിതപൂർണമാണെന്ന് വരുത്തി തീർക്കുവാനാണ് വന്യജീവി സംഘർഷം ഇല്ലാത്ത പഞ്ചായത്തുകളെ പോലും സംഘർഷ സാധ്യതയുള്ള പഞ്ചായത്തുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. വസ്തുതയ്ക്ക് നിരക്കാത്ത ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് ജനതയെ കുടിയിറക്കി വിടുവാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് കരുതേണ്ടി വരും. UDF സർക്കാർ വന്നതോടുകൂടി വനം വകുപ്പ് ജില്ലയിലാകെ അഴിഞ്ഞാടുകയാണ്. ജില്ല മുഴുവൻ വനവൽക്കരണം കൊണ്ടുവരിക എന്ന ഗൂഢലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് വനം വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏലപ്പാറയിലും വാഗമണ്ണിലും കഞ്ഞിക്കുഴിയിലും റവന്യൂ ഭൂമി കയ്യേറുന്ന വനം വകുപ്പിന് ഒത്താശ ചെയ്യുകയാണ് UDF സർക്കാർ. കർഷക വിരുദ്ധരായ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് കുടപിടിക്കുകയാണ് മന്ത്രിയും സർക്കാരും. ഇത്തരം കർഷകദ്രോഹ നീക്കത്തിനെതിരെ കർഷക സംഘം നേതൃത്വത്തിൽ ആഗസ്റ്റ് 11 വന്യജീവി സംഘർഷമില്ലാത്തതും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ 18 പഞ്ചായത്തുകളിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കും. അപ്പൊ ഫലത്തിൽ ഒരാത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല. മറിച്ച് റിപ്പോർട്ടുകളുടെ ഒരു പെരുമഴയാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം നമ്മുടെ നാട്ടിൽ ആത്യന്തികമായി ഭൂപ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും റവന്യൂ ഭൂമിയിലേക്ക് വനം വകുപ്പ് കടന്നു കയറുന്നുള്ള പരിശ്രമമാണ്. ഞങ്ങൾ നേരത്തെ ഇവിടെ പത്രസമ്മേളനം നടത്തിയ സന്ദർഭത്തിൽ പറഞ്ഞു, കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പ്രശ്നം നമ്മൾ ഉന്നയിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വനം വകുപ്പ് വളരെ ഊർജിതമായി വനം വകുപ്പിലെ ഈ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാർ ഇപ്പം വളരെ ആഘോഷത്തിലാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ ചില നിലപാടുകൾ സ്വീകരിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി, അയ്യപ്പൻകോവിൽ, ഏലപ്പാറ, ഇരട്ടയാർ, കാമാക്ഷി, കരിമണ്ണൂർ, കരുണാപുരം, കോടിക്കുളം, കൊക്കയാർ, കൊന്നത്തടി, നെടുങ്കണ്ടം, പാമ്പാടുംപാറ, രാജാക്കാട്, സേനാപതി, വണ്ടൻമേട്, വാഴത്തോപ്പ്, വാത്തുക്കുടി, വെള്ളിയാമറ്റം എന്നീ പഞ്ചായത്തുകളിലാണ് സമരപരിപാടി നടത്തുന്നത്. കർഷക സംഘം നേതാക്കളായ മുൻ MLA MM മണി രാജാക്കാടും CV വർഗീസ് തങ്കമണിയിലും NV ബേബി കൊന്നത്തടിയിലും റോമിയോ സെബാസ്റ്റ്യൻ മുരിക്കാശ്ശേരിയിലും സമരം ഉദ്ഘാടനം ചെയ്യും. മറ്റ് കേന്ദ്രങ്ങളിൽ വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പിന്റെ ജനദ്രോഹ നടപടികൾ വീണ്ടും തുടർന്നാൽ ജനങ്ങളെ അണിനിരത്തി 2013 സമാനമായ പ്രക്ഷോഭങ്ങൾക്ക് കർഷക സംഘം നേതൃത്വം നൽകുമെന്ന് ജില്ലാ നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി. തോട്ടം മേൽനോട്ടക്കാരന്റെ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടു. മൂന്നാർ പോതമേട്ടിൽ തോട്ടം മേൽനോട്ടക്കാരന്റെ ഓട്ടോറിക്ഷ അജ്ഞാതർ തീയിട്ട് നശിപ്പിച്ചു. സ്വകാര്യ തോട്ടത്തിലെ മേൽനോട്ടക്കാരനായ രവി ആന്റണിയുടെ ഓട്ടോറിക്ഷയാണ് പുലർച്ചെ കത്തി നശിച്ചത്. തോട്ടത്തിലെ ജോലിക്കൊപ്പം ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന രവി തോട്ടത്തിലെ വീടിന് മുന്നിലാണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത്. തോട്ടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കത്തിന്റെ തുടർച്ചയാണ് ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടതെന്നാണ് രവിയുടെ ആരോപണം. கரெக்டாக வண்டி ஹார்ன் அடித்த சவுண்டு ஒரு 2 மணிக்கு கேட்டுச்சு. 2 மணிக்கு வெளியே இருந்துச்சு, வந்து பார்த்தேன் வண்டி எல்லாம் மொத்தம் தீயு. என்னால் ஒன்றும் செய்ய முடியல. பின்ன ஓசு இருந்துச்சு, ஓசை எடுத்து நினச்சி விட்டு പോലീസിലെ കംപ്ലൈന്റ് കൊടുത്തിരിക്കാം. പുലർച്ചെ 2ഓടെ ഓട്ടോയുടെ ഹോൺ മുഴങ്ങുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് എത്തിയപ്പോഴാണ് വാഹനം കത്തുന്നത് കണ്ടത്. തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു. രവി ആന്റണി നൽകിയ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തുവാനുള്ള ശ്രമം തുടരുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. BJPയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിച്ചു. വൻ തുക സ്പോൺസർഷിപ്പ് വാങ്ങി വെയിറ്റിംഗ് ഷെഡിന് പകരം സ്തൂപം സ്ഥാപിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. BJP സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു.
കട്ടപ്പന ICICI ബാങ്ക് പരിസരത്ത് കട്ടപ്പന നഗരസഭ സ്ഥാപിച്ച ബസ് സ്റ്റോപ്പിന് സമീപം BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ച പ്രതിഷേധ യോഗം നടത്തി. കട്ടപ്പന നഗരസഭാ പരിധിയിൽ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി നഗരസഭ നിർമ്മിച്ച ബസ് സ്റ്റോപ്പുകൾ അശാസ്ത്രീയമായ നിർമ്മിതിയാണ്. മുമ്പ് കടത്തിണ്ണകളിൽ വാഹനം കാത്തുനിൽക്കുന്നവർ ഇപ്പോഴും മഴയും വെയിലും ഏറ്റു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. സാധാരണക്കാരായ യാത്രക്കാർക്ക് കയറി നിൽക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചിട്ടുള്ളത്. സ്പോൺസർഷിപ്പുകൾ വാങ്ങി വലിയ അഴിമതിയാണ് മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ളതെന്ന് ആരോപിച്ചാണ് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ നഗരസഭ അധികൃതർ തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ നടപടികൾ ഉണ്ടാകുമെന്നും BJP അറിയിച്ചു. ഇതിന് പരിഹാരം കണ്ടെത്തണമെന്ന് വർഷങ്ങളായുള്ള ആളുകളുടെ ആഗ്രഹമാണ്. അതേ തുടർന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് നഗരസഭയിൽ കൂടിയ ട്രാഫിക് പരിഷ്കാര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ചില ചേഞ്ചുകൾ വരുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റോപ്പുകൾ കണ്ടപ്പോൾ അത്ഭുതപ്പെടുന്ന രൂപത്തിലാണ്. നമുക്കറിയാം, കട്ടപ്പന ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രതിഷേധ യോഗത്തിൽ BJP കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് ശശി അധ്യക്ഷത. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രതീഷ് വരകുമല, K കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജിമ്മി ജോസഫ്, സുരേഷ് കുമാർ, MR, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് PN പ്രസാദ്, നേതാക്കളായ മഹേഷ് കുമാർ, CM റോബിൻ രാജൻ, ബോണി വർഗീസ്, ജോസ് വാഴേപ്പറമ്പിൽ, വിഷ്ണു പ്രസാദ്, ഗൗതം കൃഷ്ണ, സുമോദ് ജിജു എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ കട്ടപ്പന. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാറിലെ ഗതാഗത പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത്. ടൗണിലേക്കുള്ള ഏക പ്രവേശന മാർഗമായി മാറിയിരിക്കുന്ന പോലീസ് സ്റ്റേഷന് സമീപത്തെ ചെറിയ പാലത്തിന്റെ സുരക്ഷ ചൂണ്ടിക്കാട്ടി താൽക്കാലിക ബെയിലി പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കത്തയക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചൽ ഭീഷണിയും തുടരുന്നതിനാൽ മൂന്നാർ ടൗണിലേക്കുള്ള പ്രധാന പ്രവേശനമായ CSI പള്ളിക്ക് സമീപത്തെ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇതോടെ പോലീസ് സ്റ്റേഷന്റെ സമീപത്തെ ചെറിയ പാലത്തിലൂടെയാണ് ടൗണിലേക്കുള്ള മുഴുവൻ വാഹനങ്ങളും കടന്നു പോകുന്നത്. എന്നാൽ പാലത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് നേരത്തെ തന്നെ പോലീസ് ആശങ്ക അറിയിച്ചിരുന്നു. പാലത്തിന്റെ ശേഷി കണക്കിലെടുത്ത് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഇതിലൂടെ പോകുമ്പോൾ മൂന്നാറിലേക്കുള്ള ഏകമാർഗം ഇതായതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ഇതിലാണ് പോകുന്നത്. അത് കാരണം കൊണ്ട് വീണ്ടും ഈ പാലം അപകടത്തിലാകാനുള്ള എല്ലാ സാധ്യതയുള്ളതിനാൽ പഞ്ചായത്ത് ഈ വിഷയം ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി എന്നിവർക്കും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വകുപ്പ് തല സെക്രട്ടറിമാർക്കും ദുരന്ത നിവാരണ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് മൂന്നാറിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു ബെയിലി പാലം പണിത് തരുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം മന്ത്രി, ചീഫ് സെക്രട്ടറി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ കളക്ടർ എന്നിവർക്കെല്ലാം കത്തയക്കുവാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. സിറ്റി വിഷൻ, മൂന്നാർ. ദുരിതബാധിതർക്ക് ആശ്വാസമേകി റോഷി അഗസ്റ്റിൻ. ക്യാമ്പുകളിലും ഉരുൾപൊട്ടൽ മേഖലയിലും നേരിട്ടെത്തി ഇടുക്കി നിയോജക മണ്ഡലത്തിലെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളും റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വലയുന്ന ജനങ്ങൾക്ക് ആശ്വാസമേകി മുൻ MLA റോഷി അഗസ്റ്റിൻ. പ്രകൃതി ദുരന്തം വിതച്ച അറക്കുളം, കുടയത്തൂർ പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം നേരിട്ട് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ ദിവസം അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ രാജേഷിന്റെ വീട്ടിലെത്തിയ അദ്ദേഹം ആരോഗ്യ വിവരങ്ങൾ ആരായുകയും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കുടയത്തൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂൾ, കൈപ്പ സ്കൂൾ, മൂലമറ്റം IHIP സ്കൂൾ, കണ്ണിക്കൽ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലെത്തിയ റോഷി താമസക്കാരുടെ സൗകര്യങ്ങളും ഭക്ഷണ വൈദ്യ സഹായങ്ങളും ഉറപ്പുവരുത്തി. തുടർന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തട്ടേക്കണ്ണി, കീരിത്തോട് ക്യാമ്പുകളിലും അദ്ദേഹം സന്ദർശിച്ചു. പകുതിപ്പാലം മേഖലയിലെ ജനങ്ങൾ എല്ലാ വർഷവും ദുരിതം അനുഭവിക്കുന്നവരാണെന്നും അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രദേശമാണ്. പകുതിപ്പാലം മേഖലയിലുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കുന്നു എന്നുള്ളത് അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ സീസൺ കഴിഞ്ഞാൽ അവിടെ തന്നെ അവർക്ക് താമസിക്കാനും ജീവിതമാർഗങ്ങളുമായി മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അവസ്ഥയിലാണ്. എങ്കിലും എല്ലാ വർഷവും ഇത് തന്നെയാണ് തുടർന്ന് വരുന്നൊരു പ്രക്രിയ. കഴിഞ്ഞ ഒരാഴ്ചയായി ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും അതിശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഞായറാഴ്ച പകൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായെങ്കിലും വൈകുന്നേരത്തോടെ വീണ്ടും ശക്തമായി. ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ജില്ലയിലെ കാർഷിക മേഖലയെ തകർത്തു. നിലവിൽ ജില്ലയിലൊട്ടാകെ 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 200ഓളം പേരാണ് കഴിയുന്നത്. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ അടിയന്തര സഹായങ്ങളും ഉറപ്പാക്കാൻ അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി. കാലവർഷം ശക്തമാകുമ്പോൾ ദുരന്ത പ്രതികരണം കൂടുതൽ വേഗത്തിലാക്കാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. ദുരന്തമുണ്ടായാൽ വിവിധ വകുപ്പുകളെയും സന്നദ്ധ പ്രവർത്തകരെയും ഏകോപിപ്പിച്ച് അതിവേഗ രക്ഷാപ്രവർത്തനം ഉറപ്പാക്കാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി റെസ്പോൺസ് ടീം സംവിധാനം രൂപീകരിച്ചു. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത പ്രതികരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുവാനാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടി. ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ഏകോപിപ്പിച്ച അതിവേഗ രക്ഷാപ്രവർത്തനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം.
പെട്ടിമുടി ദുരന്തത്തിന് പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്ത് എമർജൻസി റെസ്പോൺസ് ടീം രൂപീകരിച്ചത്. റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുമായി ചേർന്നാണ് സംഘം പ്രവർത്തിക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനത്തിലൂടെ വിവരം ലഭിച്ചാൽ ഉടൻ സ്ഥലത്തെത്തി ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപനവും നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. എത്ര വലിയ ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായാലും ദുരന്തങ്ങൾ ഉണ്ടായാലും അതിനെ ശക്തമായി നേരിടാനായിട്ട് മൂന്നാർ പഞ്ചായത്ത് സജ്ജരായിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് കോൾ സെൻ്ററായിട്ട് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ERTയുടെ നമ്പറും ലഭ്യമാണ്. ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നമ്മൾ ഏത് ദുരന്തം ഉണ്ടായാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവിടെ സ്ഥലത്തെത്തി അത് പരിശോധിച്ച് ERT അംഗങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും മറ്റ് അനുബന്ധ സാമഗ്രികളും പഞ്ചായത്ത് ലഭ്യമാക്കും. ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. ഡോക്ടർ ഗിന്നസ് മാടസ്വാമി UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് നെറ്റ്വർക്ക് അംബാസഡറായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. മനുഷ്യാവകാശ പ്രവർത്തകനും സുസ്ഥിര വികസന മേഖലയിലെ പ്രമുഖനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയെ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് UNSDG നെറ്റ്വർക്കിന്റെ അംബാസഡറായി വീണ്ടും തെരഞ്ഞെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നൈജീരിയ ആസ്ഥാനമായ UNSDGN ആണ് വീണ്ടും നിയമനം നടത്തിയത്. UN ദർശനങ്ങൾ ഉൾപ്പെടെ 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അംബാസഡറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 2021 ശേഷം വീണ്ടും ഈ ഒരു പദവി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെങ്കിലും വീണ്ടും 2030 മുമ്പായിട്ടുള്ള ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുള്ള 17 ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തേണ്ടത്. ലോകരാജ്യങ്ങളിൽ 30ഓളം പേരെ ഇത് എടുത്തിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ. എന്തായാലും ഭാവിയിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,740 രൂപ, പവന് 1,09,920 രൂപ, വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാഷ്ട്രീയം പാടില്ല. പുതിയ ഡാം എന്നത് കേരളത്തിന്റെ ഏകകണ്ഠമായ ആവശ്യമെന്ന് റോഷി അഗസ്റ്റിൻ. MM മണിയുടെ സഹോദരൻ ലംബോദരന്റെ സിപ്പ് ലൈൻ പൂട്ടിച്ച് ജില്ലാ ഭരണകൂടം. വന്യജീവി സംഘർഷ സാധ്യതാ പട്ടിക വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കം. കർഷക സംഘം പ്രതിഷേധ സമരത്തിലേക്ക്. മൂന്നാർ പോതമേട്ടിൽ തോട്ടം മേൽനോട്ടക്കാരന്റെ ഓട്ടോറിക്ഷ അജ്ഞാതർ തീയിട്ട് നശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.